എന്നും രാവിലെ വയലിൽ വന്നാൽ ആദ്യം ഒന്ന് എല്ലാവരെയും ചുറ്റി നടന്ന് കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പുഴു കയറിയിട്ടുണ്ടോ, എന്തെങ്കിലും കീടബാധ ഉണ്ടോ എന്നൊക്കെ നോക്കും. ഇല ചുരുട്ടി പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് കളയും. അങ്ങനെ ഇന്ന് നോക്കിയപ്പോഴുണ്ട് നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ ഇല കരിഞ്ഞിരിക്കുന്നു. രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വന്നത് എന്തുകൊണ്ടെന്ന് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുപോലെ ചൂടാണ്. കീടാക്രമണം ചെറുക്കാൻ വേണ്ടി ഇട്ടിരുന്ന കവറിൻ്റെ അറ്റം വരെ പടവലങ്ങ വളർന്നതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. കവർ ഇട്ട് ചെയ്തത് കവർ താഴോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വളഞ്ഞു പോയി. ഇതിന്ന് വിളവെടുക്കാം, നമുക്ക് വിളവെടുക്കാം. പിന്നെ വിളവെടുത്ത പടവലങ്ങയിലിട്ടിരുന്ന കവറെടുത്ത് വേറൊരു പടവലങ്ങയ്ക്ക് ഇട്ട് കൊടുത്ത് ഇവിടെ പടവലങ്ങ പയറിൻ്റെ പന്തലും അങ്ങനെ കയ്യേറിയിട്ടിരിക്കുകയാണ്. പടവലവും പാവലും നമ്മൾ ഒറ്റ ബെഡിലാണ് നട്ടേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പയർ വിത്ത് നട്ടിട്ട് ബാക്കി വന്നത് 3-4 കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പാവലും പടവലും പൊടിക്കൂല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം 10 രൂപയുടെ കവറിലെ വിത്താണ് ഞാൻ മേടിച്ച് നട്ടത്. ഹൈബ്രിഡ് വിത്ത് തിരക്കി പോയപ്പോൾ സംഭവം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പാവയ്ക്ക് അധികം കായൊന്നും പിടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അതിന് വളരാനുള്ള സ്പേസ് ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പടവലങ്ങ അങ്ങനെയല്ല, പടവലങ്ങ നന്നായിട്ട് പടർന്നു പോകുന്നുണ്ട്. എല്ലാ ചെടികളും മിക്കവാറും ഞാൻ ഒരു ഹോപ്പും ഇല്ലാതെയാണ് നട്ടത്. എന്താവും, ഇതിന് വിളവെടുക്കാൻ പറ്റുമോ, അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. നട്ടപ്പോൾ അങ്ങ് നട്ടു. വെണ്ടച്ചെടിയുടെ വിത്തൊക്കെ സാധാരണ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാൽ അതൊന്ന് കുതിർത്ത് അതിന് ശേഷം മുള വന്നതിന് ശേഷമാണ് നടാറുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എനിക്ക് എന്തോ ആവേശമായിരുന്നു വയലിൽ നടാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഉച്ചയ്ക്ക് വിത്ത് വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി അത് നട്ടു. പക്ഷേ കിളിച്ച് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു, എന്നാലും എല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെഡിൽ നട്ടേക്കുന്നത് 30 രൂപയ്ക്ക് വാങ്ങിയ വിത്താണ് പയറിൻ്റെത്. മറ്റേ ബെഡിൽ നട്ടേക്കുന്നത് 10 രൂപയ്ക്ക് വാങ്ങിയ വിത്തുമാണ്. പക്ഷേ വിളവിൽ രണ്ടുപേരും ഒരുപോലെയാണ്. ഇതിന് കുറച്ചുകൂടി ഇലയൊക്കെ കൂടുതലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് വിലയ്ക്കുള്ള വിത്തൊന്നും വാങ്ങിയാലും പൈസ കളയേണ്ടെന്നാണ്. കൊച്ചു പയറും പൂവും പോവാതെ പറിക്കുന്നു. അതെ, പയർ പറിക്കുമ്പോൾ അങ്ങനെ സൂക്ഷിച്ച് പറിക്കണം എന്നാണ് അതിഥി പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് അടുത്തതിന് വിളവെടുക്കാനുള്ളത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക കഴിഞ്ഞ ദിവസം പറിച്ചതുകൊണ്ട് കുറവാണ്, എന്നാലും 5-6 വെണ്ടയ്ക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ വെണ്ടയ്ക്ക നടുമ്പോൾ 4-5 ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ തടത്തിലൊക്കെ ആയിട്ട് നടുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു കറിക്കുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടാറില്ലായിരുന്നു. 3-4 വെണ്ടയ്ക്കൊക്കെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഓരോ ചെടിക്കും, വെണ്ടയ്ക്കായാലും ചീരയ്ക്കായാലും മുളകിനായാലും എല്ലാത്തിനും ഓരോ കഥ പറയാനുണ്ടാവും. അങ്ങനെ നമ്മുടെ മുളക് ഒരെണ്ണം പാകമായിട്ടുണ്ട്. അങ്ങനെ അതിഥി അത് വിളവെടുത്തിരിക്കുകയാണ്. അങ്ങനെ കീടാക്രമണത്തെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ രണ്ട് സൈഡ് സ്റ്റിക്കിയാണ്. ഈ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറിൽ ആകർഷിച്ച് കീടങ്ങളൊക്കെ വന്നതിൽ പറ്റിയിരിക്കും. അങ്ങനെ അതൊക്കെ ചത്തുപോകും. അങ്ങനെ നമുക്ക് കുറേയൊക്കെ കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ടോയിൻ പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാനൊരു വള്ളി വെച്ചിട്ട് അത് കെട്ടിയിടാൻ നോക്കിയത്. ഇത് ഒന്നിൻ്റെ വില 40 രൂപയാണ്. നമ്മൾ ഈ പച്ചക്കറി വിത്തും വളമൊക്കെ വാങ്ങുന്ന കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഒരെണ്ണം നമ്മുടെ സാലഡ് വെള്ളരി ഇട്ടേക്കുന്ന നെറ്റിലിടാമെന്ന് കരുതി. ഇതിൻ്റെ പശ ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു, എൻ്റെ കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടായിരുന്നു. സാലഡ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ്. അതിപ്പോൾ നമ്മൾ നട്ടിട്ട് കുറച്ച് ഇത്ര വലുതായിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കായ്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കീടങ്ങളുടെ ആക്രമണം അതുപോലെ ഉണ്ട്. മരുന്നൊന്നും തളിക്കാത്തോണ്ടും കവറിടാത്തോണ്ടുമേ ഇത് കേടാവും ഇതിൻ്റെ സൈഡ്. പിന്നെ കവറിട്ട ചൂട് കാരണം അതങ്ങ് അഴുകി പോകണം കേട്ടോ ആ സാധനം. അതുകൊണ്ട് ഇപ്പം ഞാൻ കവറൊന്നും ഇടുന്നു. അങ്ങനെ കൊച്ചിച്ചൻ്റെ വയലിൽ നിന്ന് വിളവെടുത്ത പാവയ്ക്ക് ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചിച്ചന് ചീര കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിച്ചൻ പറഞ്ഞു പോയിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിക്കി സാധനം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമ്മൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എടുത്തത്. നമ്മൾ ഈ പയറും പടവലവും ഒക്കെ വളർന്നിരിക്കുന്ന സ്ഥലത്തിടാമെന്നാണ് കരുതിയത്. കാരണം അവിടെ ഒരുപാട് കീടാക്രമണം ഉണ്ട്. പടവലത്തിലൊരു പുഴുവുണ്ട്, അതിനെ കണ്ടാൽ ദിവനാണ് ധവൻ. പുല്ല് വെട്ടുന്ന കത്രികയായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ മഞ്ഞക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ
പാവയ്ക്ക എടുത്ത് കൊണ്ട് തന്നിട്ടുണ്ട്. പകരം നമ്മൾ കൊച്ചിന് ചീരയാണ് കൊടുക്കണം. അപ്പം ചീര വിളവെടുക്കും. ഇത് വേണ്ട എൻ്റെ എത്ര ഇവന് വിറ്റ് നിർത്തിയിരിക്കുന്നു. ഇതൊരു നല്ല ചീരച്ചെടിയായിരുന്നു. ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അവനെ നമുക്ക് വെട്ടണ്ട, നമുക്ക് വിത്തിന് നിർത്തിക്കാം. ഇനി നെക്സ്റ്റ് ടൈം വിത്ത് വാങ്ങണ്ട, നമ്മളെ വിത്ത് തന്നെ എടുത്ത് വെച്ചിട്ട് നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സാലഡ് കുക്കുമ്പറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചുവന്ന ചീര നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. 2 കളറും കൂടെ മിക്സായി നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെ മിക്സ് ചെയ്ത് നടുന്നത്. അതുകൊണ്ടാണ് ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. 1 മണിക്കൂർ 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ട വേണം, അങ്ങനെ തന്നെ വേണം നിനക്ക്, അങ്ങനെ തന്നെ വേണം. ഓ കായ്ച്ചാണ് ഫുള്ള് കായ്ച്ചതല്ലോ. അതുകൊണ്ട് ഇവ ഉണ്ട്, മത്തങ്ങ ഉണ്ട് ഇവിടെ അവിടെ. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. യുവ കർഷകൻ നടന്നു വരെയാണ് കൊണ്ടുകൊടു യുവ കർഷകൻ. ഗൈസ്, ഒരാളിവിടെ കിടപ്പുണ്ട്. കണ്ടോ വെള്ളരി? ഞാൻ ഇപ്പൊ കണ്ടതാ. ഒന്നല്ലാതെ ഇവിടെ ഉണ്ട് ഒരാള്, ഇവിടെ ഉണ്ട് ഒരാൾ. ഇവിടെ ഇതെടുക്കണ ഇതാണ് ഇത്ര. വെണ്ടയ്ക്കുണ്ട്, പടവലങ്ങുണ്ട്, പയറുണ്ട്, ചിച്ചൻ തന്ന പാവയ്ക്ക.